കേന്ദ്രമന്ത്രി വി മുരളീധരൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കേന്ദ്രത്തിന് മുന്നിൽ യാചിക്കാൻ നടക്കുന്നല്ലേ. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി യാചിക്കാനല്ല, കേരളത്തിന് അർഹമായ കാര്യങ്ങൾ കിട്ടണമെന്ന് ആവശ്യപ്പെടാൻ എവിടെയും പോയി പറയാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല. അത് ഒരു കേന്ദ്രമന്ത്രി, അത് വാസ്തവത്തിൽ അങ്ങേയറ്റം സംസ്ഥാന വിരുദ്ധവും ജനവിരുദ്ധമായൊരു സമീപനമാണ്. യാചിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് കേരളത്തിലെ ധനകാര്യ വകുപ്പും മന്ത്രിയും ഗവൺമെൻറ്റും എന്ന് പറഞ്ഞത് ഇതേ പ്രസ് ക്ലബ്ബിലാണ്. ഞങ്ങളുടെ എങ്ങാനും ഭാഗത്തുനിന്ന് ഇങ്ങനൊരു വാക്ക് വീണായിരുന്നെങ്കിൽ എന്തായിരുന്നു നിങ്ങളെല്ലാം കൂടി ചെയ്യുന്നത്, എങ്ങനെ എഴുതുമായിരുന്നു നിങ്ങൾ ആലോചിച്ചാൽ മതി. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം അന്വേഷിക്കുമ്പോൾ യാചിക്കാൻ നടക്കുന്നു എന്നൊരു വാക്ക് പറയുക എന്നുള്ളത് ഈ പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിക്കുന്നത്. ഇതങ്ങനെ യാചിക്കാനൊന്നും നടന്നതല്ല. കേരളം പറയുന്നതിനകത്ത് ഗ്രൗണ്ടുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് പോകുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം ഇതാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യമന്ത്രി അവരിവിടെ വന്നപ്പോഴും അത് രാഷ്ട്രീയമായി പറയേണ്ടി വരും, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്നതാണ്. മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ് കേരളത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് അവർ പറഞ്ഞു.